നമ്മൾ അസറ്റ് എന്താണെന്ന് നോക്കി, നമ്മൾ ലയബിലിറ്റി എന്താണെന്ന് നോക്കി, എന്താണ് ക്യാപിറ്റൽ എന്നുള്ളത് നോക്കി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ കണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. അതിൽ ഡെപ്റ്റർ പറഞ്ഞിരുന്നു, ക്രെഡിറ്റർ പറഞ്ഞിരുന്നു അല്ലേ, പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞിരുന്നു. ശരി, നമ്മൾ ആദ്യം ഡെപ്റ്റർ എന്താണ്, ക്രെഡിറ്റർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് ടേംസൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ജേണൽ എൻട്രി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, വാട്ട് ഈസ് ഡെപ്റ്റർ? ഡെപ്റ്റർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, എ പേഴ്സൺ ഹു ഹാസ് ടു പേ യു മണി. അതായത് ഒരു വ്യക്തി നിങ്ങൾക്ക് പൈസ തരാനുള്ള വ്യക്തി, അയാളാണ് ഡെപ്റ്റർ. ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്തു, ഒരാൾക്ക് അശ്വിന് 2000 രൂപയ്ക്ക് ക്രെഡിറ്റിൽ എന്ന് പറഞ്ഞാൽ കടത്തിന് ഗുഡ്സ് വിറ്റു. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക്. നിങ്ങളുടെ കടയിലുള്ള സ്റ്റോക്ക് അശ്വിന് 2000 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു. അശ്വിൻ ഇതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ പൈസ അടച്ചിട്ടില്ല. ഓക്കെ, ഇതുവരെ പൈസ തന്നിട്ടില്ല. അപ്പം അശ്വിനാണ് നിങ്ങളുടെ ഡെപ്റ്റർ. അശ്വിൻ നിങ്ങൾക്ക് പൈസ തരാനില്ലേ, അതുകൊണ്ട് അശ്വിനാണ് നിങ്ങളുടെ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഡെപ്റ്ററിനെ കളക്റ്റീവായിട്ട് സൺഡ്രി ഡെപ്റ്റേഴ്സിനും ബുക്ക് ഡെപ്റ്റെന്നും അക്കൗണ്ട് റിസീബിൾസ് എന്നൊക്കെ പറയുന്നുണ്ടോ. അടുത്തത് ക്രെഡിറ്റർ എന്താണെന്ന് നോക്കാം. ക്രെഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നീ ഒരു കടയിൽ പോയി, സുജിത്തിൻ്റെയാണ് കട കേട്ടോ. സുജിത്തിൻ്റെ കടയിൽ പോയിട്ട് 5000 രൂപയ്ക്ക് കടത്തിന് ഗുഡ്സ് വാങ്ങി. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് വാങ്ങി. ശരി, കടത്തിനാണ് വാങ്ങിയത്. നീ 5000 രൂപ സുജിത്തിന് കൊടുത്തിട്ടില്ലല്ലോ. ഓക്കെ, ഇതുവരെ നീ കൊടുത്തിട്ടില്ല. യു ഹാവൻറ്റ് പെയ്ഡ് ഹിം യെറ്റ്. സുജിത്താണ് നമ്മുടെ ആര്, നിന്റെ സുജിത്ത് ആരാ, ക്രെഡിറ്റർ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ക്രെഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഡെപ്റ്റർ എന്താണ്, അസറ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡെപ്റ്റർ ഈസ് അസറ്റ് ആണ്. ക്രെഡിറ്റർ ആരായിരിക്കും അപ്പോൾ, ക്രെഡിറ്റർ ലയബിലിറ്റി ആണ് അല്ലേ. കാരണം സുജിത്തിന് നീ ആ പൈസ കൊടുക്കാനുള്ള ബാധ്യത നിനക്കില്ലേ, ലയബിലിറ്റി എന്ന് പറഞ്ഞ ബാധ്യത ഇല്ലേ. അപ്പോൾ ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്. അസറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അശ്വിൻ പൈസ ഇങ്ങോട്ട് തരണം, അപ്പോൾ എന്താണ്, അസറ്റ് ആണ്. സോറി, ഡെപ്റ്റർ എന്ന് പറയുന്നത് അസറ്റ് ആണ്.